टाइगर का हुक्म। ആ വൈറൽ വീഡിയോയിലെ ആ വൈറൽ താരത്തിന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ ഹോം ഗാർഡിനെ ഒരു പോസിറ്റീവ് ഒരു അഡാർ ഐറ്റം തന്നെയാണ്. വാ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ABC മലയാളം. സാറ് നമസ്കാരം. ABC മലയാളത്തിലോട്ട് നമസ്കാരമുണ്ട്, സുഖമാണ്. സാറിൻ്റെ വീഡിയോ ഭയങ്കര വൈറലാണ്. കാരണം നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നും. ആ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, ആ ഒരു പ്രൊഫഷണലിസം ഇല്ലേ, അത് എങ്ങനെയാണ് സാർ അത്? ഒന്നാമത്തെ നമുക്ക് ജോലിയോടുള്ള ഒരു താല്പര്യം, പിന്നെ ജോലിയോടുള്ള സ്നേഹം, ഇത് കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോണുണ്ട്. അല്ലാണ്ട് നമ്മളൊരു ഡാൻസ് കളിച്ചിട്ടാൽ പഠിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ 18ാമത്തെ വയസ്സിൽ അതിർത്തി രക്ഷാസേനയിൽ പോയതാണ്, പട്ടാളത്തിൽ. 20 വർഷത്തോളം നമ്മുടെ ഇന്ത്യയുടെ വിവിധ അതിർത്തികളിൽ ജോലി ചെയ്ത്. കാശ്മീർ, പഞ്ചാബ് ആയിരുന്നു മെയിൻ. അപ്പോൾ ഈ തീവ്രവാദികൾ കൂടുതൽ സമയം നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന സമയത്താണ് നമ്മളവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ശരിക്കും ടഫായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജവും മറ്റേ ഞങ്ങളുടെ ട്രെയിനിങ് 24 മണിക്കൂർ അലർട്ട്. നമുക്കൊരു കാരണം എൻ്റെ 20 വർഷം ഞാൻ എൻ്റെ നാടിനെ, എൻ്റെ രാജ്യത്തെ സേവിച്ച്. ഇനി ഉള്ള ശിഷ്ടകാലം എൻ്റെ നാട്ടുകാരെ നമ്മുടെ ജനങ്ങളെ സേവിക്കാം. രാജ്യത്തെയാണ് സേവിച്ചത്. പൊളി. അതാണ് സ്പിരിറ്റ്. കാരണം കിട്ടിയ അവസരം നമ്മൾ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ പലവരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ സർവീസിലായിരുന്നപ്പോൾ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് ആയിരിക്കുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് വാചകമായിട്ട് മാറുകയാണ്. ശരിയാണ്. ഒരു ഇപ്പോൾ 180% പേര് ചെയ്യുന്നുണ്ട്, 20% വരെ ചെയ്യാണ്ടുള്ളൂ. നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം അവർക്കുണ്ട്, അത് ചെയ്തു കൊടുക്കാൻ പറ്റിയ അതല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാണ്ട് എനിക്ക് വലിയ 2 നില വീടുണ്ട്, എനിക്ക് വലിയ സംഗതി ഉണ്ടെന്ന് പറയണതല്ല. നമ്മളെ കൊണ്ട് ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ശരിയാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് കുറേ വണ്ടിക്കാർ വന്നിട്ടില്ലേ, സാറിൻ്റെ ആ ഒരു ആക്ഷനെ കണ്ടിട്ടില്ലേ, ടാറ്റ കൊടുത്ത് ചിരിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അഭിനന്ദിക്കാറുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ. അഭിനന്ദിക്കണ തന്നെയല്ല, ജ്യൂസ്, മിഠായി, കാഡ്ബറി, പിന്നെ കേക്ക്, പിന്നെ പെർഫ്യൂം, അതായത് ഈ വേർപ്പിന്റെ മണമൊക്കെ അടിക്കണ്ടാറുണ്ട്, മാസ്ക്, കണ്ണട. ഈ കണ്ണട മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് എനിക്കൊരു കണ്ണടയും ഒരു ഷർട്ടും അവിടെ നിന്ന് പാഴ്സൽ അയച്ചു തന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ എത്ര ചെറിയ പദവിയായാലും നമുക്ക് പ്രവൃത്തിയിലൂടെ അതിനെ ഉന്നതിയിലാക്കാൻ പറ്റും. കാരണം പോലീസിലെ ഏറ്റവും താഴ്ന്ന ഒരു തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഈ യൂണിഫോം ഇട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പട്ടാളത്തിൽ 20 വർഷം യൂണിഫോം ഇട്ടെങ്കിലും എൻ്റെ നാട്ടുകാരിൽ ചിലവർ മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ ഈ യൂണിഫോം ഇട്ട് റോഡിലിറങ്ങി കഴിഞ്ഞപ്പോൾ ലോകമുള്ള മലയാളികൾ മൊത്തം അറിയാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ. സ്വകാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സായി? ഇപ്പം 53. 53 വയസ്സിന് എനർജി ഒന്നുമില്ല. സാറോട് നിന്ന് കാണിക്കുന്ന കാര്യം ഞാനൊരു 10 മിനിറ്റ് കാണിച്ചാൽ ഞാൻ കുഴഞ്ഞു വീഴും. കാരണം അത്രയ്ക്ക് എനർജിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. കാരണം എല്ലാ വണ്ടിക്കാരൊക്കെ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്കൊരു പെർഫെക്ഷൻ. അതെ, എന്താണ് നമ്മളൊരു 6 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം ഞാനൊരു നല്ല ഡ്യൂട്ടി, കാരണം എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഫാമിലിയിൽ ഫീൽ ചെയ്യും. ആ ഫീലിംഗ് നമ്മുടെ മൊത്തത്തിൽ ശരീരത്തിലും നമ്മുടെ മനസ്സിലും സംസാരത്തിലും എല്ലാത്തിലും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. സാറിന് ഇപ്പോൾ എത്ര മണിക്കൂർ ഡ്യൂട്ടി ഇവിടെ? 6 മണിക്കൂർ. ട്രാഫിക് 6 മണിക്കൂർ. 6 മണിക്കൂർ കണ്ടിന്യൂ ഡ്യൂട്ടി. കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റില്ല, ചില സമയങ്ങളിൽ ഫ്രീ ആവും. ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഇത് പൊട്ടൻതെരുവ് എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര്. കാരണം ഇത് പ്ലസ് അല്ല, എക്സ് ജംഗ്ഷനാണ്. ചില സമയത്ത് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ അതൊരു ഡാൻസ് പോലെ ആവണമെന്നാണ് പറയണത്. എനിക്കറിയാം 2-3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നോക്കി എങ്ങനെയായിരുന്നു? പറ്റുള്ളൂ, വണ്ടി ഉള്ളപ്പോൾ കറക്റ്റ് ആയിട്ട് പറ്റുമോ? അല്ലാണ്ട് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂല. എന്നാ അവിടെ ചെന്ന് നമ്മൾ നിന്ന് കഴിയുമ്പോൾ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇത്രയും സമയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടിരിക്കുമ്പോൾ ക്ഷീണം രസമല്ലേ? കാരണം നല്ല രസമാണ് അത് ചെയ്യുമ്പോൾ. അതും പൊരി വെയിൽ കേട്ടോ, മരം പോലും അത് നല്ല രസമാണ്. അത് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഭയങ്കര എൻജോയ് ചെയ്താണ് സാർ. എൻജോയ്. കാരണം
നമുക്ക് ആ ഒരു ഭയങ്കര എന്താ പറയണ അതിനകത്തൊരു പ്രത്യേക രസം കിട്ടുന്നത്. സാറിന്റെ വീട് എവിടെ ശരിക്കും? എൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കൂട്ടുകാടാ. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെൻ്റെ മോളും ഭാര്യയും. മോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ അവളുടെ കൂട്ടുകാരികളൊക്കെ പറയേ, എടി ഞങ്ങളിന്ന് പറൂര് പോയപ്പോൾ നിന്റെ അപ്പ കടന്ന് ഡാൻസ് കളിക്കണുണ്ടെന്ന്. അപ്പൊ അവള് പറയും, എടി അത് ഡാൻസ് കളിക്കണല്ല, അപ്പൊ ട്രാഫിക് ഡ്യൂട്ടി തന്നെയാണ്, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട്. ജീവിതത്തിലേ ഭയങ്കര ഒരു ഭാഗ്യമാണ് എനിക്ക് ഇത് ഇങ്ങനൊരു യൂണിഫോം ഇട്ട് ഇങ്ങനൊരു ഡ്യൂട്ടി ചെയ്യാൻ കിട്ടിയത്. കാരണം ഇത് ജനങ്ങളിൽ എന്താ പറയണ നമ്മളൊരു പൊതു സമ്മതനായി മാറി. ഇതിപ്പോ സാറിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ? തോമസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയാം. സിഗ്നൽ പോലും വേണ്ട. മലയാളികൾക്ക് ഗതാഗത സംസ്കാരം ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള തലമുറക്ക് ഒരു 5ാം ക്ലാസ് മുതൽ നമ്മൾ പാഠപുസ്തകത്തിൽ മാസത്തിൽ ഒരു പീരീഡെങ്കിലും നമ്മൾ ഈ ഗതാഗത സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇനി വരും തലമുറ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കാരണം നമ്മളിപ്പോൾ അറേബ്യ പോയി കഴിഞ്ഞാൽ, സൗദി അറേബ്യ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കണത് മലയാളി വണ്ടി ഇടിച്ച് മരിച്ചെന്നാണ്. അവിടെ അറബി മരിച്ചത് നമ്മൾ കേൾക്കാറില്ല. അമേരിക്ക പോയി കഴിഞ്ഞാൽ സായിപ്പ് വണ്ടി ഇടിച്ച് മരിക്കണമല്ല, മലയാളിയാണ് വണ്ടി ഇടിച്ച് മരിക്കണത്. അപ്പോൾ നമ്മുടെ ഗതാഗത സംസ്കാരം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന യുവതലമുറയെ നമുക്ക് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. അതായത് വണ്ടിക്കാരുടെ ധൃതിയാണോ ഏറ്റവും കൂടുതൽ? ധൃതി ഒന്നും സമയമില്ല. നമുക്ക് മലയാളികൾക്ക് സമയമില്ല. 24 മണിക്കൂർ പോരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയക്കുറവിൻ്റെ മൂലം നമ്മൾ പെട്ടെന്ന് എത്തിപ്പെടാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ്. കാരണം നമ്മൾ 1980കളിൽ 2 ലക്ഷം വണ്ടി ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 2023 അത് 1,60,00,000 വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ റോഡ് ആ 1980 റോഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വണ്ടികളെ താങ്ങാനുള്ള കപ്പാസിറ്റി റോഡിനില്ല. അതാണ് അപകടങ്ങൾ കൂടുതൽ. അല്ലാണ്ട് ആരെയും കുറ്റമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്കൊരു സംസ്കാരം, ഗതാഗത സംസ്കാരം, നമ്മൾ റോട്ടിൽ കൂടി എങ്ങനെ വണ്ടി ഓടിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, മറ്റുള്ള വണ്ടിക്കാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചെടുക്കണം. അതാണ് വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ സാറ് താങ്ക് യു. താങ്ക് യു.